നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കോട്ടയം നീണ്ടൂരിൽ ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന BJP നേതാവ് അറസ്റ്റിൽ. സനൽ നമ്പൂതിരിപ്പാടാണ് പിടിയിലായത്. എൻ്റെ പൊന്നെ, എന്നിട്ട് എന്തിനിടെ ഈ വാർത്തയൊന്നും മാധ്യമങ്ങളിലൊന്നും കാണിക്കുന്നില്ലല്ലോ. ലവന്മാര് കുറച്ച് ദിവസമായിട്ട് പാടിക്കൊണ്ട് നടക്കുന്നല്ലോ, സ്വർണം കട്ടവൻ ആരപ്പ, ഞങ്ങളാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ്. അപ്പം സ്വർണം കക്കുന്നതിന് പാർട്ടിയൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. നമ്മുടെ ശ്രീലേഖ മാഡം കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രചരണ വേദിയിൽ ചിത്രയെ പോലും തോൽപ്പിക്കുന്ന മധുര മാധുര്യത്തിലായിരുന്നു ഈ ഒരു ഗാനം ആലപിച്ചത്. സ്വർണം കെട്ടവനാരപ്പ, ഞങ്ങളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരച്ചില്ലേ. അപ്പം ഇതൊന്നും കണ്ടിട്ട് എന്താണ് അമ്മായി നിങ്ങൾക്കൊന്നും മിണ്ടാട്ടം മുട്ടിപ്പോയാ? ഇതേ അമ്മായി തന്നെ മറ്റൊരു പ്രസ്താവനയോട് നടത്തിയിട്ടുണ്ട്. ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ദൈവവിശ്വാസമില്ലാത്ത സർക്കാരും മന്ത്രിമാരും ഭരിക്കുന്നു. എന്താ പറയല്ലേ. പിന്നെ നമ്മുടെ പൂഞ്ഞാറിൻ്റെ പബ്ലിക് ക്ലോസറ്റ് ഉണ്ടല്ലോ, ലവൻ്റെ മകൻ ഇപ്പോൾ പാലായിലാണല്ലോ മത്സരിക്കുന്നത്. അവൻ പറഞ്ഞത് പാല എന്ന് പറഞ്ഞാൽ പൂങ്കാവനമാണെന്നാണ് പറഞ്ഞത്. അതായത് പാല മാത്രം പൂങ്കാവനമാണ്, ബാക്കി ഒന്നും പൂങ്കാവനമല്ല, ശവപ്പറമ്പുകളാണെന്നായിരിക്കാം ഈ മരമണ്ടനായിട്ടുള്ള ഈ ചാണകം ചവിട്ടിയിട്ടുള്ള വേട്ടാവളിയൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവനകൾ കേട്ട് കാണും. BJPയുടെ അധ്വാനത്തിൻ്റെ അപ്പക്കഷ്ണം ഭക്ഷിക്കുന്നവരാണ് കേരളത്തിലെ UDF. ഞാൻ കൊണ്ടുവന്ന മാസപ്പടിയുടെ നേട്ടം അവരാണ് കൊയ്യുന്നത്. മറ്റവും പറഞ്ഞ ഇതല്ലല്ലോ, BJPയുടെ ഔദാര്യത്തിലാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞ. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്നാണല്ലോ പ്രമാണം. ചില പുഴുക്കുത്തുകൾ നമ്മുടെ കേരള സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രൈസ്തവ മതത്തിൽ ജനിച്ചിട്ടെ ഇപ്പൊ ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അപ്പനും മകനും ക്രിസ്ത്യാനികൾക്ക് മാനക്കേടാണ്, അവർക്ക് നാണക്കേടാണ് ഇവനുണ്ടാക്കുന്നത്. ഇപ്പൊ ഈ FCRA എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ വിദേശ രാജ്യത്ത് നിന്ന് പണം വരുന്ന ഒരു സംഭവമുണ്ട്. ഈ ക്രൈസ്തവ ട്രസ്റ്റിലേക്കൊക്കെ ഒരുപാട് ആളുകൾ കോടിക്കണക്കിന് രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് അവരുടെ പള്ളിയുടെ പുനരുദ്ധാരണത്തിനും അതുപോലെ ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് കേരളത്തിലുള്ള ക്രൈസ്തവ സഭകൾക്കായിരിക്കും. അതിന് വളരെ കൃത്യമായ രീതിയിൽ സഭാ നേതാക്കന്മാരും സഭയുടെ ആളുകളും ഒക്കെ രംഗത്ത് വന്നപ്പോഴത്തേക്ക് വെട്ടിലായി പോയത് BJPയാണ്. കാരണം കേന്ദ്രം ഇങ്ങനൊരു ഇണ്ടാസ് കൊടുക്കുമെന്ന് ഇവർ വിചാരിച്ചില്ല. തലയ്ക്കകത്ത് ബോധമില്ലാത്തവന്മാരാണ് ഇവന്മാരെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. കാരണം അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനൊരു സാധനം കൊണ്ടുവരും. ഇപ്പം താൽക്കാലികമായിട്ട് ഈ ബില്ല് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർവാധികം ശക്തിയോടുകൂടി ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ഇവരുടെ നെഞ്ചത്തേക്ക് പ്രയോഗിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പം ഈ പൂഞ്ഞാറിൻ്റെ പബ്ലിക് ക്ലോസറ്റ് പറഞ്ഞ എന്താണ്, ഈ അച്ഛന്മാരുടെ തലയ്ക്കൊന്നും വെളിവില്ലെന്നാണ് ഈ വേട്ടാവളിയൻ പറഞ്ഞത്. ആ വെളിവുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ 9-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അപ്പനും മകനും കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലുത് നിങ്ങൾ കേൾക്കേണ്ടി വരും. നമുക്ക് എന്തായാലും അൻസാരി സുഹൈർ ഉസ്താദിന്റെ ഈ വീഡിയോ കണ്ടു നോക്കിയാലോ. BJPയുടെ മാന്യത കൊണ്ടാണ് ക്രിസ്ത്യാനികളെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. സാക്ഷാൽ PC ജോർജിന്റെ പ്രസ്താവനയാണ്. ചുമന്നുകൊണ്ട് നടക്കുക എന്നതിന്റെ മീനിങ് ഉള്ളിൽ ഔഷധ ഗുണമില്ലെങ്കിലും ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ഞങ്ങളുടെ നിസ്സഹായത കൊണ്ട് സഹിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഏതൊരു മലയാളിക്കും ഈ വാക്കിന്റെ ഉത്സാരം മനസ്സിലാകും. ക്രിസ്ത്യാനികൾ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ അങ്ങനെ സഹിക്കേണ്ട ഒരു വിഭാഗമാണോ? ആണോ? അല്ല എന്ന് എൻ്റെ അഭിപ്രായം. എന്നാൽ ഷോൺ ജോർജും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കേട്ടോ, കുരിശുപള്ളി മാതാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു ക്രൈസ്തവനായ ഷോൺ ജോർജിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷവും BJPയുടെ ഭാഗമായതിനു ശേഷമാണെന്ന് പറയാൻ ഷോൺ ജോർജിന് ഒരു മടിയുമില്ല. അത് എവിടെ നിന്നും ഷോൺ ജോർജ് കേട്ടല്ലോ നിങ്ങള്. BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് PC ജോർജിനും ഷോൺ ജോർജിനുമൊക്കെ നിർഭയത്വത്തോടു കൂടി അവരുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ അവർക്ക് നിർവഹിച്ചു പോകാൻ കഴിഞ്ഞത് BJP വന്നതിന് ശേഷമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റെഡി. അത് രണ്ടും നമ്മൾ കേട്ടല്ലോ. എന്നാൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം, PC ജോർജ് ആണെങ്കിലും ഷോൺ ജോർജ് ആണെങ്കിലും സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും കണ്ടുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളെല്ലാം ഏകീകരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല. ഈ ഗോഡ്നെസ് എന്ന് പറയുന്ന ചാനൽ ആരെയാണ്? സഭാ നേതൃത്വവും സഭാ വിശ്വാസികളെല്ലാം കൂടെ നേതൃത്വം വഹിക്കുന്ന ഒരു ചാനലാണ് ഗോഡ്നെസ് എന്നുള്ളത്. ഈ ഗോഡ്നെസ് ചാനൽ വന്ന 2 വാർത്തകളെ കേൾപ്പിക്കണം. ഒന്ന് കേട്ടോ. ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് പാസ്റ്ററെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച് ചാണകം തീറ്റിച്ച സംഭവം ഉൾപ്പെടെ ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് ദീപിക കൊണ്ട് ചാണകം തീറ്റിച്ചു എന്ന ആ വാർത്ത പുറത്തുവിട്ടത് ഇവിടുത്തെ മുസ്ലിം മുഖ്യധാര മാധ്യമങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മലയാള മാധ്യമങ്ങളൊന്നുമല്ല, നിങ്ങളുടെ തന്നെ
നിങ്ങളുടെ തന്നെ ഗോൾഡ്നെസ് എന്ന് പറയുന്ന ചാനലാണ് ഈ വാർത്ത വന്നത്. പാസ്റ്ററെ കൊണ്ട് ചാണകം തിരിച്ചു വന്നത്. ഓക്കെ, ഇനി ഒരു വാർത്ത കൂടെ കണ്ടു. വടക്കൻ ത്രിപുരയിലെ ധർമ്മനഗറിലുള്ള ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളിൽ സരസ്വതി പൂജ നടത്തണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് വ്യാഴാഴ്ച സ്കൂളിന് മുന്നിൽ VHP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് 2 വാർത്തയും കണ്ടു. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഷോൺ ജോർജും PC ജോർജും ഈ പറഞ്ഞ ഇതേ നിലപാട് തന്നെയാണോ സഭാ നേതൃത്വത്തിനുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ ഏകീകരിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ മീഡിയകളിലൊന്നും BJPനെ തരം താഴ്ത്തുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ പള്ളി പൊളിച്ചെന്നോ നിങ്ങളുടെ പാസ്റ്റർമാരെ കൊണ്ട് ചാണകം തീറ്റിച്ചോ എന്നുള്ള വാർത്ത കൊടുക്കരുത്. ഈ മലയാളികൾക്ക് എല്ലാ സമൂഹങ്ങളെക്കാളും എല്ലാ നാട്ടുകാരെക്കാളും കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആളുകളാണ് ഈ മലയാളികൾ. അപ്പോൾ മലയാളി ഇതുകളുടെ പുച്ഛിക്കും നിങ്ങളുടെ വില പോകേണ്ട പറഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിൽ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള വാർത്ത ഞങ്ങൾ അങ്ങനെ അനുമോദിച്ചു, ഞങ്ങൾ എങ്ങനെ അംഗീകരിച്ചു, ഞങ്ങൾ എങ്ങനെ സഹായിച്ചു എന്നൊക്കെ പറയുക. അല്ല നിങ്ങളെ പൊളിച്ചത് നിങ്ങളെ ചാണകം തീറ്റിച്ചൊന്നും പറയരുത്. അത് മറച്ചു വെക്കുക. നമ്മളെ ഗ്രാൻഡ് സ്റ്റേറ്റ് മറച്ചു വെക്കുന്ന പോലെ മിണ്ടത്തില്ലല്ലോ. അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ജയ് ഹിന്ദ്. ഓക്കെ, ഈ ക്രൈസ്തവ പുരോഹിതൻ കൊടുക്കുന്ന ഒരു മറുപടിയൊക്കെ കേൾക്കണ്ടേ? അതുകൂടെ കേട്ടാൽ ഇതങ്ങോട്ട് പൂർണ്ണമാകും. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. മാറ്റിവെച്ചത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രം പറയാം. എന്നാൽ ക്രൈസ്തവ സഭകളോട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് വ്യക്തമായ ക്രിയാത്മകമായ ചർച്ചകൾ നടത്താതെ ആ ബില്ല് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വിനാശ പരിപാടിയാണ് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും മാറ്റിവെച്ചു എന്നുള്ളത് അല്പം സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർ ക്രിയാത്മകമായി ചിന്തിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ഒരു ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് മാറ്റിവെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകുന്നുവെങ്കിൽ ആ ആശങ്ക ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സഭയെ സംബന്ധിച്ച് ഇലക്ഷനുമായിട്ട് ബന്ധമുള്ള വിഷയങ്ങളൊന്നും അല്ലല്ലോ ഇത്. സഭയുടെ നിത്യമായ നിലനിൽപ്പിന് സഭ നടത്തി വരുന്ന ദീനാനുഗമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനോട് അത് ഏത് സമയമായാലും പ്രതികരിക്കേണ്ടത് സഭയുടെ ഒരു ആവശ്യമാണ്. അത് സഭയ്ക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്രൈസ്തവർക്ക് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് കാര്യങ്ങളും ക്രിയാത്മകമായ പ്രതികരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആവശ്യമാണ്. അപ്പൊ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ ലെവന്റെ ഏത് തോക്കിനാണാവോ ലൈസൻസ് ഉള്ളത്? മറ്റേ സരിതമോളുടെ 404 നമ്പർ റൂമിലെ തോക്കാണോ അതോ ലിച്ചാന്റെ കയ്യിലിരിക്കുന്ന ഇരട്ട തോക്കിനാണോ ലൈസൻസ് ഉള്ളത്? നാവിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണ് അങ്ങനെ ഈ നാവിന് ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ ഇവനെ ആക്കിയത്. അപ്പോൾ അതിന് ഒരു മറുപടി എന്നോണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പൂഞ്ഞാറിലെ ജനങ്ങൾ മറുപടി കൊടുക്കും. ക്രൈസ്തവനും മുസൽമാനും ഹൈന്ദവനും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ ലെവൻ്റെ അണ്ണാക്കിൽ വെട്ടിപ്പൊട്ടിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് മകനും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് ഇപ്പം പാലയിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ പാലായിൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. അവസാനം അത് ചീറ്റിപ്പോയപ്പോഴത്തേക്ക് അവിടുത്തെ BJPയുടെ മുതിർന്ന നേതാവ് വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഈ പാല അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയുന്ന ഈ ഒരു ജില്ലയിൽ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങാനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. മറ്റൊന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഇത്രയും കാലമായിട്ട് ഈ സ്ഥലത്തില്ല. ഈ മാറി മാറി ഭരിക്കുന്ന ഇടതും വലുതും ഇതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ക്ലോസറ്റുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനൊരു അവസരം കൊടുക്കണം എന്ന രീതിയിലാണ് അവിടുത്തെ ജനങ്ങളോടും വേട്ടാവാളിയൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് ഈ ജനാധിപത്യ ബോധമുള്ള നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവുമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും കൃത്യമായിട്ട് വിധി എഴുതണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.